നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കവും നിയമ നടപടികളും ഇപ്പോഴും ചർച്ചയാവുകയാണ്. റോഡിലെ ഈഗോ പ്രശ്നങ്ങളും മേയറെയും ഭർത്താവ് MLAയും അറിയില്ലെന്ന് പറഞ്ഞതും ശമ്പളം തന്നിട്ട് സംസാരിക്കൂ എന്ന സർക്കാരിനെതിരെയുള്ള യദുവിന്റെ ട്രോളുമെല്ലാം മേയറെ കുറച്ചൊന്നുമല്ല പ്രകോപിപ്പിച്ചിട്ടുള്ളത്. തർക്കത്തെ ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന പരാതിയിലേക്കും നിയമ നടപടിയിലേക്കും എത്തിച്ച മേയർ യദുവിന്റെ ജോലി ഏതാണ്ട് തെറിപ്പിക്കുകയും ചെയ്തു. സംഭവത്തിന്റെ ഏക തെളിവായ മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് കാണാതായതിന് പിന്നിൽ മേയറുടെ രാഷ്ട്രീയ സുഹൃത്ത് സംഘങ്ങളോ പോലീസോ ആയിരിക്കാമെന്നാണ് ജനങ്ങൾ പോലും വിശ്വസിക്കുന്നത്. ഡ്രൈവർ യദു ഇനി KSRTC കാണില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുമ്പോൾ മേയറുടെയും ഭർത്താവിന്റെയും ധാർഷ്ട്യത്തിനിരയായി 10 മിനിറ്റ് കൊണ്ട് ജോലി നഷ്ടപ്പെട്ട മറ്റൊരു സാധു മനുഷ്യന്റെ കൂടി കഥ പുറത്തു വരികയാണ്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി MLAയുമായ സച്ചിൻ ദേവിനുമെതിരെ ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വരികയാണ് മുൻ സെക്യൂരിറ്റി ജീവനക്കാരൻ. നോ പാർക്കിങ്ങിൽ വാഹനമിടാൻ സമ്മതിക്കാത്തതിനാണ് മേയറും MLAയും ചേർന്ന് ആ സാധു മനുഷ്യന്റെ ജോലി തെറിപ്പിച്ചത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു തിരുവനന്തപുരം സ്വദേശിയായ ചന്ദ്രബാബു. വഴുതക്കാട്ടെ കാർമൽ ടവറിൽ പ്രവർത്തിക്കുന്ന പാസ്പോർട്ട് ഓഫീസിലെത്തിയ മേയർ വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറയുകയായിരുന്നു. സാധാരണഗതിയിൽ കെയർടേക്കറുടെ നിർദ്ദേശം ലഭിച്ചാൽ മാത്രമേ അന്യവാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ. ആളിറങ്ങിയിട്ട് വാഹനം പാർക്കിംഗ് ഏരിയയിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞത് മേയർക്കും ഭർത്താവ് MLAയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. പ്രോട്ടോകോൾ അറിയില്ലേ എന്നാണ് മേയർ ചോദിച്ചത്. സാധാരണ ഒരു സെക്യൂരിറ്റിയായ താൻ എന്തിനാണ് മാഡം പ്രോട്ടോകോൾ അറിയുന്നതെന്ന് ചന്ദ്രബാബു തിരിച്ചു ചോദിച്ചു. തുടർന്ന് ഡ്രൈവർ വാഹനം അകത്തേക്ക് കൊണ്ടുപോയി. പിന്നീട് MLA മടങ്ങി വന്ന് തന്നെ ശരിയാക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയായിരുന്നു. അകത്തു പോയ മേയർ പാസ്പോർട്ട് ഓഫീസറോട് ബഹളം വയ്ക്കുകയും തന്നെ കുറിച്ച് പരാതി പറയുകയും ചെയ്തു. തുടർന്ന് കെട്ടിടത്തിന്റെ ഉടമസ്ഥനായ ക്രിസ്ത്യൻ പുരോഹിതനെ പാസ്പോർട്ട് ഓഫീസർ അവിടേക്ക് വിവരം അറിയിച്ചു. 10 മിനിറ്റിനുള്ളിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയായിരുന്നുവെന്ന് ചന്ദ്രബാബു പറയുന്നു. ആരോപണം ശരിയെങ്കിൽ തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ ലഭിച്ച അധികാരങ്ങൾ മേയറെയും ഭർത്താവ് MLAയും മത്ത് പിടിപ്പിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു സംഭവമാണിത്. ജനങ്ങൾ നൽകിയിരിക്കുന്ന അധികാരങ്ങൾ ജനസേവനത്തിനാണ് എന്ന തിരിച്ചറിവില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണിവർ. കൂട്ടിന് ഒരു ഈർക്കിൽ പാർട്ടിയും. ബസ്സിലുണ്ടായ കശപിശ ഒതുക്കി തീർക്കാനും മേയറുടെ കള്ളങ്ങൾക്ക് സാധുത നൽകാനും കേസ് അട്ടിമറിക്കാനും തെളിവ് നശിപ്പിക്കാനും രാജ്യസഭാംഗം പോലും രംഗത്ത് വരുമ്പോൾ സാധാരണക്കാരന് ജീവിക്കാനുള്ള അവകാശവും അവന്റെ പൗരാവകാശവുമാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.